ഹലോ ഗായ്സ്, കലപ്പില പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ ഏറ്റവും അത് പറയാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അലക്സ് തന്നെയാണ്. നമുക്ക് അലക്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ തന്നെ അങ്ങ് തുടക്കം ഇട്ടേക്കാം. അപ്പം എനിക്ക് കനേഡിയൻ ഹെൽത്ത് കെയറിനെ പറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കനേഡിയൻ ഹെൽത്ത് സിസ്റ്റം ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പം കൂടുതൽ ആൾക്കാരും നമ്മൾ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു പോയിന്റിലും ഹെൽത്തിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും നോക്കാറുള്ള കാര്യമുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. ഞാൻ 2019 or 20 എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, സ്റ്റുഡൻഷിപ്പ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഒരു ടൈമുണ്ട്. ആ ഒരു സമയത്ത് ഞാനൊരു മൈഗ്രെയിൻ്റെ ഇത് കാരണം ഹോസ്പിറ്റലിൽ പോയി. നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്കൊരു ഭാഗം മൊത്തമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, എമർജൻസിയിൽ പോയിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവരെനിക്ക് ഐസ് പാക്കും സാധനമൊക്കെ തന്നപ്പോൾ എല്ലാം വന്ന് അപ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ തന്നു. ഐസ് പാക്കൊക്കെ തന്ന് ഞാനത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ആദ്യം അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വന്ന ആ സമയം, അതായത് 1-1.5 വർഷത്തിനുള്ളിലല്ല ആണല്ലോ. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓക്കെ ഇപ്പം കയറ്റാൻ വേണ്ടി വിളിക്കുവാണ്, ഐസ് പാക്കൊക്കെ കൊണ്ടു തന്നു, ഭയങ്കര കെയറിങ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന് 1.5 മണിക്കൂർ ഐസ് പാക്ക് നമ്മുടെ ടൈലോൺ പോലെ സ്കൂളിൽ പിള്ളേർക്ക് എന്ത് തട്ടിയാലും മുട്ടിയാലും കൊടുക്കുന്ന ഐസ് പാക്കാണ്. അപ്പം ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോയി ചോദിക്കുമല്ലോ എന്താ വിളിക്കാനായോ എന്നുള്ളത്. അപ്പോൾ അവിടെ ഇരുന്നാൽ മതി, നമ്പർ ആകുമ്പോഴത്തേക്കും വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, അവസാനം 7 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈഗ്രെയിൻ അന്നുണ്ടായിരുന്ന എൻ്റെ വേദന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ to 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ വേദന അങ്ങോട്ട് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം 7 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ ഡോക്ടറിനെ കാണാനുള്ളതിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ഇപ്പോൾ വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട് വേദന ഓൺ എ സ്കെയിൽ വായിച്ചിട്ടാണ് ഇവരെല്ലാം ഹോസ്പിറ്റലിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഡോക്ടർ കാണുന്നത്. ഓൺ എ സ്കെയിൽ to 0 to 10 ഹൗ മച്ച് യു ഹാവ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേദനയില്ല. പുള്ളി എന്നോട് എടുത്ത് വായിക്ക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോയിട്ട് വേദന ഉള്ളപ്പോഴത്തേക്കും തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു ഞാൻ 7 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം ഇരുന്ന് നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നിട്ട് ഞാൻ പുള്ളിനോട് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിനി പോയിട്ട് വേദനയുള്ള വരുമ്പോൾ ഇതുപോലെ 7 മണിക്കൂർ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവരെന്നോട് പറഞ്ഞു എന്നാൽ ഓക്കെ നമുക്കൊന്ന് MRI ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം, MRI ഒന്ന് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ അത് ചെയ്തു. ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എനിക്ക് അവരൊരു ബില്ലെടുത്ത് തന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റുഡൻറ്റ് ടൈം കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞിട്ടുള്ളൊരു വിത്തിൻ ഒരു 2 മന്ത്സിനുള്ളിലായിരുന്നു സംഭവിച്ചത്. അപ്പോൾ അവരെനിക്ക് ഒരു ബില്ലെടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇൻ കേസ് നിങ്ങളുടെ ഇൻഷുറൻസ് കുറച്ച് പോയിന്റ് വരെ കവർ ചെയ്യും, അതായത് നമ്മുടെ കോളേജ് പീരീഡ് കഴിഞ്ഞിട്ട് കവർ ചെയ്യും. ഇൻ കേസ് അവർ കവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആയിരിക്കും പേ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടൊരു $1,600 ഒരു ബില്ലെടുത്ത് എനിക്ക് അയച്ചു തന്നു. ജസ്റ്റ് കൺസൾട്ടേഷനും പിന്നെ എന്തോ ഒരു ടെസ്റ്റിംഗ് MRI സാധനം കൂടെ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ കണ്ണ് തള്ളി. ഞാൻ പറഞ്ഞു ദൈവമേ വേണ്ടായിരുന്നു, വേദന എടുത്ത് 7 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി പറഞ്ഞു കേട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ മതിയെന്ന് വിചാരിച്ചു. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ അന്ന് സ്റ്റുഡൻറ്റ് ലൈഫാണ്, നമ്മുടെ അടുത്ത് $5 ആക്കി വെക്കാനില്ലാത്തൊരു സിറ്റുവേഷനിൽ പോവുക. അപ്പോൾ $1,600 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കണ്ണും പിടിച്ചിങ്ങനെ ഇരുന്നു. ദൈവാധീനം കൊണ്ട് അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഇവിടുത്തെ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതെൻ്റെ ഒരു ലൈഫ് ത്രെട്ടണിങ് എമർജൻസി അല്ലായിരുന്നു. എന്നാൽ പോലും നമ്മൾ ആ 7 മണിക്കൂറൊക്കെ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് എൻ്റെ ആ സെയിം സ്പോട്ടിൽ തന്നെ ഒരു ആൾ ആക്സിഡൻ്റ് ആയിട്ട് കാലൊക്കെ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ചുകൊണ്ട് ഒരാൾ സ്ട്രെച്ചറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എനിക്ക് തോന്നുന്നു 3.5 മണിക്കൂർ ആയപ്പോഴത്തേക്കും പുള്ളി ഇവിടുത്തെ കുറേ എഫേർട്സും യൂസ് ചെയ്തിട്ട് അയാൾ എഴുന്നേറ്റ് പോയി. അയാൾ സ്ട്രെച്ചറിൽ നിന്ന് മരുന്ന് കുത്തി വീണു. പുള്ളി തന്നെ എഴുന്നേറ്റ് പോയി കാറിൽ കയറി പുള്ളി എടുത്ത് പോയത്. പിന്നെ അയാളുടെ സ്റ്റോറി എനിക്കറിയത്തില്ല. അപ്പം ആ ഒരു ഇതിൽ റിയലൈസേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ദൈവം ഇവിടുത്തെ എങ്ങനെയാണ്. പിന്നീട് ഈ പീരീഡിലൊക്കെ നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ഓരോരുത്തരുടെ കേൾക്കുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിറ്റിംഗ് പീരീഡ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അതാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ. ഇപ്പോൾ പറഞ്ഞല്ലോ ആക്സിഡന്റ് പറ്റി വന്നത്, അതിൻ്റെ എനിക്കൊരു ആടിയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഇതേപോലെ വർക്ക് സൈറ്റിൽ നിന്ന് ഇവിടെ ഇങ്ങനെ പിരികത്തിൽ ഒരു ഇഞ്ചുറി ആയിട്ട് മുഖത്ത് ഫുള്ള് ബ്ലഡായി
ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മോർ ദാൻ 7 hours വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. ഇങ്ങനെ ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തൊക്കെ അറിയില്ല, നമുക്ക് ഞരമ്പൊക്കെ ഒരു എനിക്ക് 6-7 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് 7 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. ഫുള്ള് ബ്ലഡ് കുളിച്ചായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരു ലോങ് നമ്മളെ വെയിറ്റ് ചെയ്ത് പറ്റും. ഇത് ഞാൻ ഈ ഹെൽത്ത് കെയറിൻ്റെ കാര്യം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ ക്യാൻവാസ് ചെയ്യുന്നത്, അതായത് ഈ ഏജൻസികളൊക്കെ പറയുന്നത് ഹെൽത്ത് കെയർ അവർ ഒരു പോയിന്റ് പറയുന്നത് ഭയങ്കര ഫ്രീ ഹെൽത്ത് കെയർ ആണ്. അല്ല, ഫ്രീ ആണ്, സംഭവം ഫ്രീ ആണ്. പക്ഷെ ഇതിനകത്തുള്ള അപ്പോൾ നമ്മൾ ഓർക്കുന്നത് നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഓക്കെ നാട്ടിലത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്കറിയാം, നമ്മളൊരു കാഷ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കെയറിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാണ് വരുന്നത്. അപ്പം നമ്മളിപ്പം ഞാൻ വരുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ ഒരു 5-6 ആശുപത്രിയുണ്ട്. നമുക്ക് എന്തൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് അല്ല ഗവൺമെന്റ് ഒക്കെ ഉണ്ട്. അതെ, അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ സ്ഥിതിഗതികൾ ഇച്ചിരി മോശമാണ് കമ്പാരിറ്റീവ്ലി മറ്റേത് വെച്ച് നോക്കും. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ നാട്ടിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഫ്രീ ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പരിമിതികൾ അവിടെ ഉണ്ട്. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരു നേഴ്സ് ഉണ്ട്, ഒരു ചേട്ടനുണ്ട്. അപ്പം ഞാൻ ചേട്ടന് വേണ്ടി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഇപ്പം അലക്സിൻ്റെ സിറ്റുവേഷൻ ഞാൻ അത് പറഞ്ഞപ്പോൾ കമ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഫ്രീ ഹെൽത്ത് കെയർ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വോക്കിൻ ക്ലിനിക് അല്ല, സോറി, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സിവിരിറ്റി ഓഫ് പെയിൻ അനുസരിച്ചാണ് അവിടെ നമ്മളെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പോലും അല്ല. അതായത് പെയിനിന്റെ സിവിയറിറ്റി. പിന്നെ ചില ആൾക്കാർക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്, ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് പ്രയോറിറ്റി. കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു ഒന്നും ഒരു പ്രയോറിറ്റി അല്ല. ഈവൻ പിള്ളേർ പോലും കൈ ഒടിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ട്, അവർ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല, അവരത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവർ ശരിക്കും പറഞ്ഞ തമാശയായിട്ട് പുള്ളി പറഞ്ഞതാ, നമ്മുടെ ഹൃദയം കട്ടിയാക്കാനുള്ള കാര്യം ഇവർ അവരെ വെച്ച് പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഈ പെയിൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വേദന സഹിക്കാനുള്ള പഠിപ്പിക്കുന്നു, കാരണം നമ്മൾ ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞ് നമ്മളൊരു ആവശ്യത്തിന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ ഒരു ടിപ്പായിട്ട് പറഞ്ഞ, തമാശയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അതൊരു ടിപ്പാണ് ആക്ച്വലി. നമുക്ക് നമ്മുടെ ജീവൻ പോകുന്ന പോലെ നമ്മൾ അഭിനയിക്കണം. വേറൊരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ ഒരു കോവർക്കർ, അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കോവർക്കർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി എന്നോട് ചോദിച്ചു 0 to 10 എത്രയാണെന്ന് ചോദിച്ചു. പുള്ളിക്കാരി 10 അപ്പുറം ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ മെയിൻ. പക്ഷെ ബേസിക്കലി അവർ കുറേ കാലം, അതായത് ഒരു സർജറിക്കൊക്കെ വേണ്ടിയിട്ട് 6-8 മാസം കാത്തിരിക്കണമല്ലോ. അതെ അതെ. അപ്പോൾ അവർക്ക് എങ്ങനെയല്ലോ അത് പെട്ടെന്നൊന്ന് തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി നേരെ പോയിട്ട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഭയങ്കര സീനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി കണ്ണൊക്കെ അടച്ചിങ്ങനെ കിടക്കും. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് കൂടെ അടുത്തെങ്ങാണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കണ്ണ് നേഴ്സ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും പുള്ളിക്കാരി ചോദിച്ചു വിശക്കൊന്നും എന്തെങ്കിലും മേടിച്ചിട്ട് വരാം എന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം നേഴ്സ് എടുത്ത് വൈകി ചോദിക്കുവാണ് 9-10 മേലെ പെയിൻ ഉള്ള ഒരാൾക്ക് വിശപ്പൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട എനിക്കൊന്നും വേണ്ട, ഓപ്പറേഷൻ അതെനിക്കത് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം അതിൻ്റെ ഒരു വേറൊരു സൈഡ് നമ്മൾ സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ ഒറിജിനലി എമർജൻസി ആയിട്ട് വരുന്ന ഒരാൾക്കാരും ഇപ്പം എനിക്കിപ്പം സർജറി ഇപ്പം ആവശ്യമില്ലായിരിക്കാം. അപ്പം ഈ ഒരു ഫാക്ട് എല്ലാവർക്കും അറിയാം. അതെ, ഓക്കെ. ആ ഒരു 10 മുകളിലാണ് നമ്മളത് അഭിനയിച്ച് വേണമെങ്കിൽ നമുക്ക് സർജറി നടത്താമെന്നറിയാം. പക്ഷേ ഇൻ എഫക്റ്റില് ഒറിജിനലി അവിടെ ഒരു സർജറി വേണ്ട ഒരാള്, ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട ഒരാൾക്ക് അതവിടെ ചാൻസ് മിസ്സാവുകയാണ്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഈ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ഡിസൈഡ് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന നേഴ്സുമാരാണ്. അവർ ഈ ആൾക്കാരെ ഫിസിക്കലി കണ്ടിട്ട് അവരുടെ പെയിൻ വെച്ചിട്ട് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ അത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പം അത് അലക്സ് പറഞ്ഞത് കറക്റ്റാണ്. ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതല്ലാതെ ശരിക്കും വേദന സഹിക്കാൻ പറ്റാതെ ഇപ്പം പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഒരു കൈ ഒടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കുഞ്ഞു പിള്ളേർ ചെറിയ കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ വേദന സഹിക്കാൻ പറ്റത്തില്ല. അതെ, അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് എന്താ അവസ്ഥ എന്ന്. അപ്പം ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഹെൽത്ത് കെയർ ഉള്ളത് കൊണ്ടുള്ള കുഴപ്പമല്ല, ഹെൽത്ത് കെയറിനുള്ള എന്താ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കുറവാണ്. അവർക്ക് അവിടുത്തെ ഒരു റൂൾ എങ്ങാണ്ട് ഉള്ളതാണത്. ഇത് റൂളാണോ സ്പെസിഫിക് ഇതാണോ എന്ന് അറിയത്തില്ല. ഒരു അറ്റ് എ ടൈമിൽ എമർജൻസിയിൽ ഒരാളെ ഉണ്ടാവാൻ പാടുള്ളൂ ഒരു സെക്ഷനിൽ. അത് അയാൾക്ക് ആ ഡോക്ടറിന് ഇത്ര പേഷ്യൻസിനെ എടുക്കാൻ കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അതിന്റെ കണക്ക് ഞാൻ 2 തവണ എമർജൻസി കയറിയിട്ടുണ്ട്, 2 തവണ. അപ്പം 2ാമത്തെ തവണയായിരുന്നു ഒരുപാട് വെയിറ്റിംഗ് ടൈം. എനിക്ക് ഓൾമോസ്റ്റ് 11 hours ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലോങ് വീക്കെൻഡ് ആയിരുന്നു. അതെ, ലോങ് വീക്കെൻഡ്. ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നമുക്കൊരു സ്ലിപ്പ് വരും അവിടെ ചെന്നിരിക്കുമ്പം. അതായത് ഒരു ഐഡിയൽ ടൈം എത്രയാണ്, എത്ര മണിക്കാണ് നമ്മളെ എമർജൻസി കയറ്റുന്നതെന്ന് കാണാനായിട്ട്. അപ്പം
ആ ഒരു ടൈം വരെ എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 4 മണി 4:30 ആയപ്പോൾ ഞാൻ തിരിച്ച് എമർജൻസി പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ട് രാവിലെ 11 മണിക്കാണ് എനിക്ക് കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം റിസൾട്ടുമായിട്ട് ഡോക്ടർ വരുന്നത്. അപ്പം ആ ഡോക്ടർ അതായത് അറ്റ് എ ടൈം നോക്കിക്കൊണ്ടിരുന്നത് 25 പേഷ്യൻസിനെയാണ്. ഒരു ഡോക്ടറും 25 പേഷ്യൻറ്റ്. അതിനിപ്പം ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ 25 പേഷ്യൻസ് ആയിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ഒരു നടുവിന് എനിക്ക് തോന്നുന്നു നടു വെട്ടിയതോ അങ്ങാണ്ടായിരുന്നു. പുള്ളി നിലത്ത് കിടന്ന് ഉരുളുമായിരുന്നു. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പുള്ളി കയറുന്നത്. ഞാൻ വരുന്നതിന് മുൻപ് പുള്ളി ഉണ്ടായിരുന്നു അവിടെ ആദ്യമേ വന്നതിൽ. ഞാൻ പക്ഷെ ഒരു പണി അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ടിക്കറ്റ് എടുക്കണമല്ലോ. ടിക്കറ്റ് എടുക്കുമ്പോഴത്തേനും ഞാൻ ആണെങ്കിൽ ഡയറി അങ്ങനെ കണ്ട് പറഞ്ഞാണ് എഴുതി കൊടുത്തിരുന്നത്. അതായത് വോമിറ്റിങ്ങും ലൂസ് മോഷനും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു. കാരണം ഡീഹൈഡ്രേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും എന്താണേലും ആള് തട്ടിപ്പോകുമല്ലോ അങ്ങനെ പെട്ടെന്ന് കയറാനായിട്ട്. അപ്പം ഈ എന്താ പറയാ നേരത്തെ പറഞ്ഞ അതിന് കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പനി അല്ലെങ്കിൽ ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ അവരെടുക്കത്തില്ല. നമുക്ക് എപ്പോഴും ആ സിറ്റുവേഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ട് നമ്മുടെ കാര്യമാണല്ലോ പെട്ടെന്ന് നമുക്ക് ആ ഒരു പെയിൻ താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ചെയ്തു പോകുന്നതാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ ഇപ്പൊ ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കേസ് വന്നിട്ടില്ല. 2.5 വർഷമായിട്ട് ആരോടും ഒന്നും വരാതിരിക്കട്ടെ. അല്ല, അസുഖങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ എമർജൻസി കേസസിൽ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് വന്നിട്ടില്ല. നമുക്ക് ഇവിടെ 2 രീതിയിലാണല്ലോ ഹോസ്പിറ്റൽ ഇത് വരുന്നത്. ഇപ്പം നമുക്കൊരു എമർജൻസി വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രീതി, പിന്നെ വോക്ക് ഇൻ ക്ലിനിക് ഉണ്ട്. അപ്പം നമുക്കൊരു ജലദോഷം പനി അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് വോക്ക് ഇൻ ക്ലിനിക്കിൽ പോയാൽ മതി. അങ്ങനെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വെയിറ്റിംഗ് ടൈം ഇല്ല. പക്ഷെ തരുന്നത് എല്ലാത്തിനും ഒരേ ടൈലോളാണല്ലോ ഇറങ്ങുന്നത്. അതെ, ഈ ടൈലോൾ എന്ന് പറയുമ്പോൾ നാട്ടിലെ പാരസെറ്റമോൾ, എന്തിനും ഏതിനും ടൈലോൾ. അതെന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ട് അങ്ങനെ ഇതായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ടൈനോള്, തലവേനയായിട്ട് പോകുമ്പോഴും ടൈനോള്. പുള്ളിക്കാരെ വിളിച്ചിട്ട് ഇതെന്താ എല്ലാത്തിനും ഈ ടൈനോള് തരുന്നതെന്നുള്ളത്. കാരണം പുതിയതായിട്ട് വന്ന ആളാണ്. അപ്പം നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെന്നാൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് മാറ്റി തരും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വെറൈറ്റി. അതെ, എല്ലാ അസുഖത്തിനും ഒറ്റൊരു സാധനം. പുള്ളിക്കാരന്ന് വിളിച്ചിട്ട് കുറെ ഇങ്ങനെ വിഷമം കൊണ്ട് ഇങ്ങനെ റേസ് ആവുന്ന സംസാരിച്ചു, ഇത് എന്താ ഇത് ആണോ കാനഡയിലെ ഹെൽത്ത് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊരു ഒരു ഭാഗമാണ് ഹെൽത്തിന്റെ. പിന്നെ ഈ ഫ്രീ ഹെൽത്ത് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയാലോ ഹിപ്പ് പോലുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അത് വരെയുള്ള ഒരു ടൈമിൽ നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവര് നമ്മൾ കോളേജിൽ നിന്ന് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് വിസിറ്റേഴ്സിനും കോളേജ് സ്റ്റുഡൻസിന് എല്ലാ കോളേജിലും തന്നെ അവർ കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിസിറ്റേഴ്സിന് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡിപ്പെൻഡൻസ് ഇവിടെ ഉള്ളവർ അവർ നമുക്ക് ട്രാവലേഴ്സ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് 1600 പോലുള്ള ബില്ലായിരിക്കും അവരുടെ തരാൻ പോകുന്നത്. ഹെൽത്ത് കെയർ ഫ്രീ എന്ന് പറയുമ്പോഴും നമുക്ക് ഫ്രീ ഓൺ ദി അതർ ഹാൻഡ് അതിൽ ഒരു കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഫ്രീ ആയിട്ട് എന്ത് സാധനം കിട്ടിയാലും അതിന് ഒരുപാട് ലിമിറ്റേഷൻ. ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആർക്കാന്നുള്ളതാണ്. ലൈക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കേ ഉള്ളൂ ആ ഫ്രീ എന്നുള്ളത്. വർക്ക് പെർമിറ്റ് മാത്രം പോരാ, വർക്ക് പെർമിറ്റ് കയറിയിട്ട് ഫുൾ ടൈം ജോബ് ഉണ്ടായിരിക്കണം. ഫുൾ ടൈം ജോബ് കിട്ടുന്ന ഫുൾ ടൈം എനിക്ക് 3 മാസമായിരുന്നു ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ. ഇപ്പം കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും 1 മന്ത് പീരീഡിലേക്ക് അവർ മാറ്റിയോന്ന് എനിക്ക് അറിയാം. ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും എനിക്ക് 1 മന്ത് ആയപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടാക്കി ഞങ്ങൾ ചെയ്ത സമയത്ത് 3 മന്ത്സ് പീരീഡിൽ അവർ തരണമെങ്കിലും കുറെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ ഞാനും എന്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ചാ പോയെ ഇതിന്റെ ഓഹിപ്പിന്റെ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു ഹെൽത്ത് കാർഡാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെ. അപ്പോൾ അതിനുവേണ്ടി പോയപ്പോഴത്തേക്കും അവർ കുറേ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. നമുക്ക് അതിനകത്തൊരു നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു HR തരുന്ന ഒരു ലെറ്റർ ഉണ്ടാവണം, പിന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും വർക്ക് ചെയ്ത ഒരേ കമ്പനിയിലായിരുന്നു. അപ്പം അവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് പുള്ളി പറഞ്ഞു വിട്ടു. എന്നെ അവിടെ നിന്ന് ഉപദേശമാണ്, 1/2 മണിക്കൂർ നിന്ന് ഉപദേശം. ഇതിൻ്റെ ലെറ്റർ ഹെഡ് ഇങ്ങനെയല്ല ആവേണ്ടത്, ഇത് ഇങ്ങനെ ആവണം, ഇന്ന ഇൻഫർമേഷനൊക്കെ വേണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കെല്ലാം പുള്ളി പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വൈഫിന് കിട്ടിയില്ല, 5 മിനിറ്റ് കൊണ്ട് അവളെ പറഞ്ഞു വിട്ടു. എനിക്ക് ഇയാളെല്ലാം പറഞ്ഞു തന്നല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം വരണ്ടേ. അപ്പോൾ അത് ഞാൻ എന്നോട് ചോദിച്ചു നിനക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു ഇല്ല എനിക്ക്. അപ്പം 5 മിനിറ്റ് കൊണ്ട് സാധനം കിട്ടി, പുറത്തേക്ക് വന്നു. അപ്പം എന്നോട് പുള്ളിക്ക് തരാൻ താല്പര്യമില്ല, നമ്മളെ കണ്ടൊരു ഇതിൻ്റെ ഇതിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതേ
ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പോയിൻമെൻറ്റ് മിസ്സായെന്ന് പറഞ്ഞ് തിരിച്ച് കയറി വേറൊരാളുടെ അടുത്ത് പോയി അതേ സാധനം വെച്ചിട്ടുണ്ട് അന്ന് തന്നെ എനിക്ക് ഹെൽത്ത് കാർഡ് കിട്ടി. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അതൊക്കെ ഹെൽത്ത് കാർഡൊക്കെ എടുക്കാൻ പോകുന്ന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാരോട് പറയാം എന്തെങ്കിലുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ വർക്ക് പെർമിറ്റില് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, നമുക്ക് വർക്ക് പെർമിറ്റിലുള്ള ഒരാൾക്ക് ഹെൽത്ത് കാർഡ് എടുക്കുമ്പം ആ വർക്ക് പെർമിറ്റിൻ്റെ എക്സ്പയറി എന്നാണോ അന്ന് വരെയാണ് നമുക്ക് ഹെൽത്ത് കാർഡ് വരുന്നത്. അതെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില സമയത്ത് കാനഡ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. PR ആവാത്ത ആൾക്കാർക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമ്പം ഈ ഹെൽത്ത് കാർഡ് ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ആവത്തില്ല. എക്സ്റ്റെൻഡ് ആവത്തില്ല, കംപ്ലീറ്റ്ലി ആവും. നമ്മൾ പോയി അത് റിന്യൂ ചെയ്യണം. അപ്പം നമ്മളവിടെ സർവീസ് സെൻ്ററിൽ പോയിട്ട് അതെല്ലാം എല്ലാവരും ചെക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം പുള്ളി ഓർത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതാണ് മേക്ക് ഷുവർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് അവിടെ പേ ചെയ്യേണ്ടി വരും. ഇവൻ ഹെൽത്ത് കാർഡിന്റെ എടുക്കുന്ന കാര്യമാണെങ്കിലും മേക്ക് ഷുവർ ചെയ്യണം വിത്തിൻ എ മന്ത് ആണോ 3 months ആണോ ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഡിലേ ചെയ്യാതെ. അതിന്റെ കാര്യം ഇവിടുത്തെ എല്ലാം ഫ്രീ ആണ്. പക്ഷേ പ്രോപ്പർലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാട്ടിലെ പോലെ നമ്മളൊരു $100 $10 കൊടുത്തു കഴിഞ്ഞാലോ ഒന്നും മാറ്റമൊന്നുമില്ല. ഇവിടെ അതുമല്ല എല്ലാം ഫ്രീ അല്ല. അതില് അറിയാം, അതായത് ചില മെഡിസിൻസ് കവർ ആകില്ല. ആംബുലൻസ് സർവീസസ് അതൊക്കെ നമ്മൾ ആംബുലൻസ് സർവീസസിന്റെ ഒരു ഭാഗം വരെ കവർ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല നമ്മള് അല്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെയായിരുന്നു. അതായത് പുള്ളിക്കാരിക്ക് ഇങ്ങനെ എമർജൻസി വന്നപ്പോൾ ആംബുലൻസ് വിളിച്ചപ്പം അതിന്റെ ബില്ല് വീട്ടിലോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പ്യൂർ എമർജൻസി അല്ലെങ്കിൽ എന്നുള്ള വ്യത്യാസമുള്ളത്. അത് കുറെ അതിനകത്ത് കുറെ ക്ലോസസ് ഉണ്ട്. ഇവര് തന്നെ പറയുന്ന കുറെ വരുന്ന ആൾക്കാരുടെ അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ല. പക്ഷെ ഒരു പരിധി വരെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ്. കാനഡയിൽ പിന്നെ എമർജൻസി വരുമ്പോഴത്തേക്കും എമർജൻസിയിൽ തന്നെ വിളിക്കുക. മരിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റിംഗ്. പക്ഷെ നമ്മളെ കൊണ്ട് പീഡനം മുഴുവൻ അനുഭവിക്കും. ജീവിതം മൊത്തം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥയിൽ എത്തിയിട്ട് അങ്ങേയറ്റം വരെ കൊണ്ടുവിട്ടിട്ട് അവിടെ നിന്ന് കയറ്റിക്കൊണ്ട്. അതാണ് എൻ്റെ അടുത്ത് ആ നേഴ്സ് ചേട്ടൻ പറഞ്ഞത്. നമ്മളെ ത്യാഗം എന്താണെന്ന് പഠിപ്പിക്കുന്നു. നമ്മള് യേശു ക്രിസ്തു മറ്റേ പീഡാനുഭവം അനുഭവിച്ചതുപോലെ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇത് ഇപ്പോൾ അലക്സിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഇതുപോലെ പറഞ്ഞതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വിന്ററിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇതാണ് ആൾക്കാർ വീഴുന്നത്. ഐസിൽ തെന്നി വീഴുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ്. പുള്ളിക്കാർ തെന്നി വീണിട്ട് കൈ ഒടിഞ്ഞു. അപ്പോൾ കൈയുടെ ഈ റിസ്റ്റിൻ്റെ ഇവിടെ നമ്മുടെ കൈയുടെ ഇവിടെ ഒരു ബോണും ഇവിടെ ഒരു ബോണുമാണ്. 2 ബോണാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഈ ബോൺ ഒടിഞ്ഞു. ഇപ്പോൾ ഒടിഞ്ഞിട്ട് ഈ ബോൺ പുറത്തു വന്നു. ടീർ ചെയ്ത് പുറത്തു വന്നു. പുള്ളിക്കാരത്തെ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം എന്താണ് അവസ്ഥ. ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ പോയി ഇരുന്നിട്ട് അപ്പം ഒന്നും ചെയ്യാനില്ല. എന്താ ഇത് സർജറി ചെയ്ത് അതിട്ട് അത് മറ്റേ സ്റ്റീലൊക്കെ ഇട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലേ? അതാണല്ലോ അതിൻ്റെ ഒരു പ്രോസസ്സ്, നമുക്കറിയാമല്ലോ. പ്ലാസ്റ്റർ ഇട്ടാൽ പറ്റത്തില്ലല്ലോ. ഇവർ സർജറിക്ക് എത്ര 3-4 മാസം കണ്ടാ വെയിറ്റിംഗ് ടൈം കൊടുത്തത്. എന്നിട്ട് അവർ പ്ലാസ്റ്റർ ഇട്ടു. ഇതെടുത്ത് എന്തോ പിന്നെ ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല. പിന്നെ അതിനേക്കാളും ഭേദം മുറിച്ച് കളഞ്ഞിട്ട് വീട്ടിൽ പോകുന്നു. അല്ല സീരിയസ്ലി, കാരണം 6 മാസം വെയിറ്റ് ഈ മുറിച്ച് കളഞ്ഞ സിറ്റുവേഷൻ ഒന്ന് ഓഫായിപ്പോയി, അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ സർജറിയുടെ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ടിന് സംഭവിച്ചത്. അപ്പം കൈ ഒടിഞ്ഞു. അവിടെ പോയി 6 മാസം വെയിറ്റ് ടൈം പറഞ്ഞു സർജറി ചെയ്യാനായിട്ട്. ഒന്നും നോക്കില്ല. നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ പോയി സർജറി ചെയ്തു. എല്ലാം ഓക്കെ. 1 മാസം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്നു. 1 മാസം കൊണ്ട് എല്ലാം റെഡി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ ഫ്രീ ഹെൽത്ത് കെയറിൻ്റെ കുഴപ്പമാണിത്. ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ്, ഫെസിലിറ്റീസ് കുറവാണ്, ഡോക്ടേഴ്സ് കുറവാണ്, നഴ്സുമാർ കുറവാണ്. ഉള്ള ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്, ഉള്ളതെല്ലാം അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുക കൂടുതൽ ഏജിങ്ങിലേക്ക് പോകാനായിട്ട് കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത്. അത് ഹോസ്പിറ്റലിൻ്റെ കാര്യം കൊണ്ട് പ്ലസ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം കൊണ്ടും അതിനകത്ത് വരും. അപ്പം ബേസിക്കലി പിന്നെ വേറെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലി ഫിസിഷ്യൻ ഉള്ള ആരെയൊക്കെ ഉണ്ട്? ഞാനത് ചോദിക്കാൻ തുടങ്ങി. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ 2.5 വർഷം വെയിറ്റ് ചെയ്തു. ഓക്കെ, അത് ആപ്ലിക്കേഷൻ ഇടുന്നു, റിജക്റ്റ് ആവുന്നു, നോട്ട് അക്സെപ്റ്റിംഗ് എനി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഡോക്ടേഴ്സ് പോലെ എടുക്കുന്നില്ല. പ്രത്യേകിച്ച് ആ കോവിഡ് ഒക്കെ കഴിഞ്ഞ പോയിന്റിലാണ് നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലി ഡോക്ടറിനെ പറ്റി ചിന്തിക്കാത്ത പോലുമില്ല. കാരണം എവിടെയാണ് നമ്മൾ സെറ്റിൽ ആവുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലായിടത്തും ഫുള്ളാണ്. എടുക്കത്തില്ല. പിന്നെ ഇവിടെയുള്ള എന്താ പറയുക ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകണമെങ്കിൽ
വേറെ എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യണമെങ്കിൽ ഫാമിലി ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ കാര്യം വേണം. നമുക്കിപ്പം ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ലീവ് നമ്മുടെ ജോബിന് സ്ഥലത്തുനിന്ന് എടുക്കണമെങ്കിൽ പോലും ഫാമിലി ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു ലെറ്ററും കാര്യങ്ങളും വെച്ച് സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിൻ്റെ ലെറ്റർ ഉണ്ടെങ്കിൽ അതും അപ്രൂവലൊക്കെ വരത്തുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഫാമിലി ഡോക്ടറോ പോലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒരു ലാസ്റ്റ് മൊമെൻ്റ് വരെ എത്തിക്കാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ OHIP നമ്മൾ ഒൻറ്റാരിയോയുടെ ഇതിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് കാനഡയിലുള്ള ഓരോ പ്രൊവിൻസിനും അതിൻ്റേതായിട്ടുള്ള ഒരു ബോഡീസാണ് ഹെൽത്ത് കെയറിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ പ്രൊസീജിയറാണെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രൊവിൻസിലും അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു വെക്കാനായിട്ടും ശ്രദ്ധിക്കണം. അതെ, ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി പീരീഡിൽ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കത്തില്ല. വർക്ക് പെർമിറ്റിലും കയറിയിട്ടും എനിക്ക് തോന്നുന്നു ആരും ആലോചിക്കത്തില്ല. എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ബില്ല് ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ് ആലോചിക്കുന്നത്. ഈ സ്റ്റുഡന്റ് പീരീഡിൽ ചിന്തിക്കാൻ മെയിൻ കാരണം സ്റ്റുഡന്റ് ടൈം നമ്മുടെ ഏജ് നല്ലതാണ്, ഹെൽത്ത് ഓക്കെയാണ്, അപ്പം ഒരു അസുഖം പെട്ടെന്ന് വരത്തില്ല എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ആരും ചിന്തിക്കാത്തത്. പക്ഷെ അതൊക്കെ ഏർലി ചിന്തിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എന്താണ് ഹെൽത്തിനെ കുറിച്ച്? അതെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ, നമ്മൾ ഹെൽത്ത് കെയറിൻ്റെ അകത്ത് നല്ല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് എമർജൻസി സർവീസസ് എന്ത് ഫാസ്റ്റാണ് ഇവിടെ. അതെ, അത് പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു. ഇവിടെ നമ്മുടെ ആംബുലൻസിൽ പോലും എമർജൻസി കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതെ, ഒരു അതായത് മറ്റേ നമ്മുടെ നാട്ടിലൊന്നും അത്ര ഡെവലപ്പ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലല്ല നാട്ടിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടില് എമർജൻസിക്കാരൻ വരാൻ വരും, ട്രാഫിക് കയറണം, എത്തണ്ടേ. ഇവിടെ ഒരു പ്രത്യേക റോഡിലൊരു പ്രത്യേക ആംബുലൻസ് വരുമ്പോഴാണെങ്കിലും നാട്ടിലെ ആംബുലൻസ് പോകുന്ന കാര്യം പറയുമ്പോൾ ആംബുലൻസിന്റെ പുറകെ എത്ര അതിന്റെ പുറകെ 100-110 വിടാനും അത് ഇവിടെ അതുമല്ല, ആംബുലൻസ് വരുമ്പോ എല്ലാവരും സൈഡിലേക്ക് നിർത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ. എമർജൻസി വണ്ടികൾ എന്ത് ലൈറ്റ് ഇട്ട് പോയാലും റൂളാണ് നമ്മൾ റൈറ്റ് ലൈനിലേക്ക് എടുത്ത് നിർത്തി വണ്ടി സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ബാക്കിന്റെ ആൾക്ക് ഒരാളെ ഡോണിനെ സംസാരിക്കാനുണ്ട്. അല്ലല്ല, അത് തെറ്റാണ് കേട്ടോ, അങ്ങനെയല്ല. ആംബുലൻസ് പാരാമെഡിക്ക് എന്നുള്ള സംഭവമാണെങ്കിൽ എത്രയും അവര് ഡയറക്ട്ലി കയറ്റും എമർജൻസി കെയർ. അതുകൊണ്ടാണ് പറയുന്നത് എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പോയി വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കുമല്ല, ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മളെ കോവി കയറ്റുക. സിറ്റുവേഷനിൽ നമ്മൾ അതും പോരാത്തതിന് ഇപ്പൊ ആരെങ്കിലും ഒക്കെ കൊളാപ്സ് ആയി കിടക്കുവാണെങ്കിൽ നമുക്ക് റൈറ്റ് ഇല്ല അവരെ പോയി തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട്. 911 വിളിക്കുക, കയറ്റി വെക്കുക, കൊണ്ടുപോവുക. അതെ, അല്ല അതിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല അല്ലേ. നമ്മൾ 911 വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ഏതാണ്ട് ഇത്ര മിനിറ്റിനുള്ളിൽ അവിടെ അവർ വരും. കാരണം എപ്പോഴും നമ്മൾ പല സ്ഥലത്തും റോഡിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പാരാമെഡിക്സ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു രീതിയിൽ സെറ്റ് ആയിട്ട് ഇത്ര ഏരിയക്കുള്ളിൽ ഒരു പാരാമെഡിക് ഉണ്ടാവണം. അത് പാരാമെഡിക് ആയിക്കോട്ടെ, ഫയർ എഞ്ചിൻ ആയിക്കോട്ടെ, അതും ഇവര് വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കോള് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നും ആൾക്കാർ വരുന്നത്, എവിടെ ഫസ്റ്റ് എത്തുന്ന ഏത് പാരാമെഡിക് ടീമാണോ അവരാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്യും. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പർ രീതിയിൽ അതിനെല്ലാവരും ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഇടത്തുനിന്ന് മാത്രമാണെങ്കിലും ഓടിക്കുന്ന ഒരാൾ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാം, നമ്മൾ മാറ്റി കൊടുക്കാനുള്ളൊരു മൈൻഡ് ഇല്ലെങ്കിൽ അവർ അവിടെ ലേറ്റ് ആവുകയും ചെയ്യുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിന് എല്ലാവർക്കും ഇവിടെ നമുക്ക് ഈവൻ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാം ട്രെയിനിങ്ങും ഡ്രൈവ് ചെയ്യുന്ന ആളല്ല, അതിനകത്ത് ഡോക്ടറുണ്ട്, പാരാമെഡിക് ടീമിൽ ഡോക്ടറുണ്ട്. എല്ലാവർക്കും തന്നെ ഒരു എല്ലാരും നമ്മുടെ നാട്ടിൽ ആംബുലൻസ് ഡ്രൈവർ എന്ന് വെച്ചാൽ അയാൾ ഡ്രൈവിംഗ് മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല. പക്ഷെ ഇവിടെ എനിക്ക് അവരും ട്രെയിൻഡ് ആണ്. ഇവിടെ എല്ലാവരും ട്രെയിൻഡ് ആണ്. അവരുടെ ഫുൾ ഒരു ടീം എന്ന് പറയുന്നത് എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ഒരു ടീമായിരിക്കും. അവരൊരു ടീമായിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ അതുണ്ട്. ഇത് പറഞ്ഞ പ്രവർത്തനം ഇപ്പൊ എനിക്കറിയാവുന്നൊരു ചേട്ടൻ ഇതേപോലെ അറ്റാക്ക് വന്നിട്ട് ഫാമിലി ഉണ്ടായിരുന്ന കൂടെ, അതുകൊണ്ട് അവർക്ക് എന്തോ പെട്ടെന്ന് തോന്നി ചേട്ടൻ എന്തോ ബുദ്ധിമുട്ടാന്ന് മനസ്സിലായി. മോൾ അപ്പം തന്നെ 911 വിളിച്ചു. അപ്പോഴേക്കും ആംബുലൻസ് വന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേട്ടൻ ഓക്കെ ആയി വന്നപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ ആക്ച്വലി ചേട്ടൻ കളേഴ്സൊക്കെ കണ്ട് അങ്ങ് മരണത്തിൻ്റെ ഒരു അങ്ങേയറ്റം വരെ പോയിന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഇത് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ അങ്ങ് വരെ എത്തി, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ കളേഴ്സൊക്കെ കണ്ടു, പക്ഷെ അവിടെ നിന്നാണ് എന്നെ തിരിച്ച് വിളിച്ചു കൊണ്ടുവന്നേന്നുള്ള രീതിയിൽ. അങ്ങനെ അല്ല, എമർജൻസി സർവീസസ് എപ്പോഴും കാനഡയിൽ വളരെ നല്ല. കാരണം നമ്മൾ ഈ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുള്ളത്. ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ എന്തെങ്കിലും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതും കുറേ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട്.
സ്പെഷ്യാലിറ്റി അതിപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പേര് അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ സ്ഥലത്ത് കിച്ചനർ സൈഡിൽ ഒരു പെങ്കൊച്ച് മരിച്ചത് ക്യാൻസർ ആയിട്ട് അതെന്ന് തോന്നുന്നു. എനിക്കത് അറിയില്ല, പക്ഷെ ഞാൻ ന്യൂസ് കണ്ടതാണ്. അപ്പോൾ ആ കൊച്ചു മരിച്ചതിന് കാരണമായിട്ട് പലരും പറഞ്ഞു കേട്ടതും ഞാൻ വായിച്ചതിലൊക്കെ കണ്ടത് ഈ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ലേറ്റ് ആയപ്പോഴാണ്. റിസൾട്ട് വന്നത്. അതിന്റെ ഡയഗ്നോസ് ചെയ്തത് കുറെ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യാനും. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ എപ്പോഴും വേണം എന്ന് പറഞ്ഞാൽ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശല്ല, നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി വന്ന് നാട്ടിൽ പോകേണ്ടി വന്ന ഒരു സ്ഥിതിയാണ്. ഇമ്മീഡിയറ്റ്ലി നാട്ടിൽ പോകാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നല്ലൊരു എമർജൻസി വന്നു. അപ്പോൾ അതാണ് ഞാൻ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. നമുക്കൊരു $2,000-3,000 പെട്ടെന്നൊരു ടിക്കറ്റ് എടുക്കാനുള്ള അങ്ങോട്ട് പോകാനുള്ള വൺ വേ ടിക്കറ്റ് എങ്കിലും എടുക്കാനുള്ള പൈസ നമ്മുടെ സിറ്റുവേഷൻ. ഇപ്പം ഏത് ഏജ് ആണോ എന്നുള്ള കാര്യമൊന്നുമില്ല. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫാസ്റ്റ് ഫുഡ് എന്നുള്ളൊരു കൾച്ചറൊക്കെ ഉള്ളതുകൊണ്ട് ഏത് ഏജിനാണ് എന്ത് പറ്റുന്നതെന്ന്. പണ്ടൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് തന്നെ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഏജ് 20 മുതൽ ചാൻസസ് ഹൈ ആണ്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഏജ് കൂടി അല്ലെങ്കിൽ കുറവാണ് എന്ന് വിചാരിച്ച് ഒന്നും വരത്തില്ല എന്നുള്ളതല്ല. അപ്പോൾ എല്ലാവരും എമർജൻസി ഫണ്ട് പോലുള്ള സംഭവങ്ങൾ ചെയ്തു വെക്കുന്നത്, മാറ്റി വെക്കുന്നത് എപ്പോഴും അപ്രോപ്രിയേറ്റ് ആയിരിക്കും. സിറ്റുവേഷൻ എപ്പോഴും വരണം എന്ന് വിചാരിച്ചോണ്ടിരിക്കണം എന്നല്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ അതിനൊരു റെമഡി എന്തെങ്കിലും ഒരു പ്ലാൻ കയ്യിലുണ്ടായിരിക്കും. അത് ഡിലേ ആകുന്നുണ്ട് അത്രയ്ക്കും. അല്ലാതെ അധികം മോശമായത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഡിലേ ആകുന്നത് കൊണ്ട് നമ്മൾ അത് സിറ്റുവേഷൻ വേഴ്സ് ആക്കുന്ന ഒരു ഇതാണ് കണ്ടുവരുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ അതിനെ എമർജൻസി ഫണ്ട് എന്ന് വിളിക്കുന്നത്. പെട്ടെന്നൊരു ആവശ്യം വന്നു നമുക്ക് പറയുന്ന പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ പറയുന്ന പോലെ എല്ലാവരും ശ്രദ്ധിച്ച്. ഇവിടുത്തെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു കുറേ ക്യാഷും എല്ലാമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അപ്പോൾ നമുക്ക് കിടക്കാൻ സമയം കിട്ടത്തില്ല, ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ സ്റ്റുഡൻസായിട്ട് വരുന്നവരാണേലും വർക്ക് പെർമിറ്റിൽ വരുന്നവരാണേലും PR വരുന്നവരാണേലും ഹെൽത്ത് ഇവിടുത്തെ ഒരു സിസ്റ്റം അവരങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും ജിമ്മിലൊക്കെ പോയി. പക്ഷെ നമുക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ഈ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് പ്രിവെൻഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നമ്മുടെ തന്നെ ഹെൽത്ത് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ ദർ വിൽ ബി നോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകേണ്ട വരത്തില്ല എന്നുള്ളൊരു പിന്നെ നാട്ടിൽ നിന്ന് പേരൻസിനൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെഡിസിൻസ് ബാക്ക് ഹോമിൽ ഉണ്ടെങ്കിൽ അത് എത്ര നാളത്തേക്കാണ് വരുന്നത് അത്രയും മെഡിസിൻസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ വിട്ടുപോയൊരു ഒരു കാര്യം, അതായത് ഇവിടെ നമുക്ക് മെഡിക്കേഷൻ ചുമ്മാ ഹോസ്പിറ്റൽ നമുക്ക് ചുമ്മാ അല്ല കിട്ടത്തില്ല. നല്ല ഇപ്പൊ ചെറിയ മരുന്നുകളൊക്കെ ടൈലനോൾ പോലുള്ള മരുന്നുകളൊക്കെ കിട്ടും. ആന്റിബയോട്ടിക്സ് ഒന്നും അതെ അത് കവേർഡ് ആണല്ലോ. അത് ഇൻസുലിൻ ഒക്കെ കവേർഡ് ആണ്. കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അവിടെ പോയിട്ട് ഷോപ്പേഴ്സിലാണെങ്കിലും ഷോപ്പേഴ്സ് ടെക് മാർട്ടിലാണെങ്കിലും പോയാൽ അതൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷേ അതിന് പ്രിസ്ക്രിപ്ഷൻ വേണ്ട. എമർജൻസി ആയിട്ടുള്ള മരുന്നുകൾ, എമർജൻസി ആയിട്ടുള്ള അല്ലാത്ത ടാബ്ലറ്റ്സ്, ആന്റിബയോട്ടിക്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇവിടെ പ്രിസ്ക്രിപ്ഷൻ വേണം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെ മരുന്ന് കിട്ടത്തില്ല. അതായത് നമ്മൾ സ്വയം ചികിത്സ എന്ന് പറഞ്ഞ പരിപാടി പറ്റത്തില്ല. നാട്ടിലാണെങ്കിൽ നമുക്കൊരു ചില മരുന്നുകൾ ഇപ്പം ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. നമുക്ക് പിന്നീട് ഒരു പനി വരുമ്പോൾ നമുക്കറിയാം ആ മരുന്നാണ് കഴിക്കേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പോകേണ്ട പോലും കാര്യം എല്ലാവരും മെഡിക്കൽ ഷോപ്പിൽ ചേട്ടനോട് അസുഖം പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടനാണെങ്കിൽ തലവേദനയാണ് പനിയാന്നൊക്കെ പുള്ളിക്കാരൻ. പക്ഷെ അതങ്ങനെ ചെയ്യരുതെന്ന്. അതിന് കാരണം എന്താണെന്നറിയോ, ഇവിടെ ഇപ്പൊ പനി എന്നൊക്കെ പറഞ്ഞ വേറെ അസുഖങ്ങളുടെ ചിലപ്പോ ലക്ഷണങ്ങളായിരിക്കും. നമ്മളപ്പം ആ ഒരു സിംറ്റംസിനെ സപ്രസ് ചെയ്യാനുള്ള മരുന്ന് കഴിക്കും, പക്ഷെ ഉള്ളിൽ വേറെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും കറക്റ്റാണ്, ഓക്കെയാണ്. മനസ്സിലായോ? അതെ, ഇവിടെ മറ്റേ ഇങ്ങനെ മരുന്ന് കൊടുക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാനബിസും പ്രിസ്ക്രിപ്ഷൻ മെഡിസിനായിട്ട് ഡോക്ടർമാർ കൊടുക്കുന്നുണ്ടല്ലോ. കാനബിസ് കൊടുക്കുന്നുണ്ട്. അപ്പം കാനബിസ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിനായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മോർഫിൻ അങ്ങനെയുള്ള ഡ്രഗ്സ് മിക്കവാറുമുള്ള ഡ്രഗ്സ് എല്ലാം മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നും കൊടുക്കില്ല എന്നുള്ള റൂൾ വരാൻ കാരണം. ഇങ്ങനെയുള്ള മരുന്നുകൾ ഉള്ളത് കൊണ്ട്. അതെ ഇപ്പം
മരിവാന ഇവിടെ ഓൾറെഡി കാനബിസ് ഓൾറെഡി ഇവിടെ ലീഗലാണ്. അപ്പോൾ അത് കാനബിസ് അല്ല, അതിനേക്കാളും വലിയ ചില ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചില മരുന്നുകൾക്ക് അതൊക്കെ അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ തരുമ്പോൾ ഡോക്ടർമാർ പറയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിസീനസ് ഫീൽ ചെയ്യും എന്ന് പറയുന്നത്. അതിനകത്തുള്ള ആ ഒരു ഡ്രഗിൻ്റെ ആ ഒരു ഇത് ഡോസേജ് ചിലപ്പോൾ കൂടുതലുള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മരുന്നുകൾ നമുക്ക് ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇവിടെ പോയി മേടിക്കാൻ പറ്റില്ല. അത് അപ്പോൾ അതൊരു ജനറൽ ഇൻഫർമേഷനായിട്ട് പറഞ്ഞതാണ് നമ്മൾ അങ്ങനെ. പിന്നെ നാട്ടിൽ നിന്ന് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ പിള്ളേർക്ക് വേണ്ട അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ ആയിട്ട് വരുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ പെട്ടെന്ന് ആക്സസിബിൾ അല്ലല്ലോ. അപ്പം ഒരു ചെറിയ പനിക്ക് അല്ലെങ്കിൽ ജലദോഷത്തിനൊക്കെ നമുക്ക് നാട്ടിൽ ഡോക്ടേഴ്സിനെ കണ്ട് ഓക്കെ ഇന്നൊരു ട്രാവൽ ചെയ്യാൻ പോവാണെങ്കിൽ ഇങ്ങോട്ട് സ്ഥലത്തേക്ക് പോവാണ് മൈഗ്രേറ്റ് ചെയ്യുവാണ്, അവിടുന്ന് ഒരു കുറച്ച് നാളത്തേക്ക് അവർ നമുക്ക് ബൾക്കായിട്ടൊക്കെ സംഭവം തരും. അതൊക്കെ അത്യാവശ്യം വേണ്ട ഒരു കരുതലുമായിട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി ഒക്കെ വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഫെമിലിയർ അത് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് അറിയാനും ഒക്കെ ഒരു സമയം എടുക്കുമല്ലോ. ആ ഒരു സമയത്തിന് നമുക്ക് കയ്യിൽ മരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രിസ്ക്രിപ്ഷനും കൂടെ കൊണ്ടുവരണം. കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്ത് മെഡിസിൻസ് കൊണ്ടുവരും നമ്മൾ ആ ബില്ല് പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കട തുടങ്ങാനുള്ള അത്രയും ബൾക്കായിട്ട് ഒരു മാസത്തേക്കൊക്കെ അത്യാവശ്യം. അല്ല പിന്നെ വേറൊരു കാര്യം ഈ പറഞ്ഞ പോലെ ട്രാവലേഴ്സ് ഇൻഷുറൻസ്, അതായത് ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇവിടെ വന്ന് നമ്മൾ എടുക്കുക. ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്താണേലും എല്ലാം. അപ്പൊ പിന്നെ അതിനെ നമ്മൾ പ്രിവെൻഷൻ തന്നെയാണ്. ഫ്രീ ആണ്, പക്ഷെ ഫ്രീ അല്ലാത്ത കുറെ പീരീഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ കവർ ചെയ്യാനുള്ള സംഭവങ്ങളാണ് ട്രാവൽ ഇൻഷുറൻസിൽ. പ്രത്യേകിച്ച് പേരൻസ് ഒക്കെ വരുന്ന സൂപ്പർവൈസർ അങ്ങനെയുള്ള വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് അല്ലേ. പിന്നെ വേറെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ റീജിയണിലും ഇപ്പം റൂറലുള്ള ഏരിയസിലൊക്കെ ഹോസ്പിറ്റൽസ് കുറവാണ്. നാട്ടിലെന്ന് പറഞ്ഞാൽ ഏതൊരു തൊട്ടടുത്ത് തന്നെ ഒരു 4 ഹോസ്പിറ്റൽ പ്രൈവറ്റ്. ആ ഒരു നമ്മൾ അതിനെ പറ്റിയിട്ട് ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തില്ല. കാരണം ഇവിടെ മൊത്തം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അങ്ങനെ മീൻസ് അതായത് പബ്ലിക്കാണ് ഹോസ്പിറ്റൽസ് എല്ലാം. അപ്പം മേ ബി ഇൻ ഫ്യൂച്ചർ ഇവിടെ ഒരു പ്രൈവറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നാലേ, കാരണം അങ്ങനെയൊന്നും ഫ്രീ ഉണ്ടാവത്തില്ല. ഫ്രീ ഉള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ കുറേ പേരോട് സംസാരിച്ചപ്പോഴത്തേക്കും അവരൊക്കെ സംസാരിക്കുന്നത് എന്നാണെന്നറിയാമോ, അവർ ഇപ്പം ഈ മെഡിക്കൽ ഇവിടുത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നാട്ടിലേക്ക് പോയ ഒരു 4 ഫാമിലീസിനെ എനിക്കറിയാം. ഇവിടുത്തെ സിസ്റ്റം മോശമായതിൻ്റെ പേരിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നാട്ടിൽ തിരിച്ചു പോയ ആൾക്കാരെ എനിക്കറിയാം. അപ്പം ഇവിടെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടാക്സ് ഇത്രയും പേ ചെയ്യുന്നുണ്ട്, മെഡിസിൻ ഫ്രീ ആയിക്കോട്ടെ ഫ്രീ അല്ലാതെ ആയിക്കോട്ടെ എൻ്റെ അടുത്ത് നിന്ന് പിന്നെയും പൈസ മേടിച്ചോട്ടെ, പക്ഷേ എൻ്റെ ഫാമിലിക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എനിക്ക് അതിനുള്ള ഒരു റെമഡിയാണ് വേണ്ടത്. അല്ലാതെ വെയിറ്റ് ചെയ്ത് 6 മാസം ഒരു ആസ്മയുള്ള ഒരു കൊച്ചിനെ 8 മാസം 6 മാസം കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. ഹീ സ്ട്രഗ്ലിങ്. അപ്പം 8 മാസം കഴിഞ്ഞിട്ട് കാണിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ടാക്സ് മേടിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം പൈസ വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെയ്തോട്ടെ എന്നാണ് അവർ സംസാരിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ കാശുള്ളവർക്കും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ? ഓപ്ഷൻ ഇല്ല ഇവിടെ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ആകെ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ടുള്ള ഫണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവർക്ക് നാട്ടിൽ പോവുക, അല്ലെങ്കിൽ നേരെ യുഎസിലേക്ക് പോവുക, ചികിത്സിക്കുക. യുഎസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആധാരം പണയം വെക്കണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതിപ്പം ഇവിടെ പ്രൈവറ്റൈസ് ആക്കുവാണെന്നുണ്ടെങ്കിലും അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് എക്സ്പെൻസീവ്. എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ട് പോന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. അതൊരു നല്ല സജഷനാണ്. അതെ അതെ, കാരണം ഇതിനെ ഒന്ന് ഒരു കുറച്ച് ഒന്ന് സാധൂകരിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ അതാണ്. അല്ല കുറച്ച് നാൾ കഴിയുമ്പം അങ്ങനെ ആകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ എവിടെയോ കേട്ടു, ആരാ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്കൊന്നും ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആരോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞ അതിനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇവിടെ ആൾക്കാരുടെ കൂടുന്നതനുസരിച്ച് എന്താ പറയുക ഏജ് ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. കാരണം കൂടുതൽ കാലത്തേക്കാണ് ആൾക്കാർ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്. നമുക്കിവിടെ നമ്മൾ ഇന്റർനാഷണൽ ഇമിഗ്രൻസ് ആയിട്ട് ആൾക്കാരും നല്ല രീതിയിൽ കണ്ടമാനം പണ്ടത്തെ ഒരു കപ്പാസിറ്റിയിലല്ല ഇപ്പൊ ആൾക്കാർ വരുന്നത്. സോ ഗവൺമെന്റ് ഫോഴ്സ് ടു ഡു ദാറ്റ് എന്നുള്ളതിലേക്ക് ഇത്രയും എക്സ്പെൻസസ് അവർക്ക് താങ്ങാൻ പറ്റില്ല ആൾക്കാർ കൂടുന്നതനുസരിച്ച്. അപ്പം ഉറപ്പായിട്ടും അതെ ഇപ്പോഴല്ല കുറെ നാൾ കഴിഞ്ഞ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. അതെ അതെ, അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയറിനെ കുറച്ചും കൂടി ബെറ്റർ ആകും. നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പം കുറേ മോശമായിട്ടുള്ള വശങ്ങളും സംസാരിച്ചു, നല്ല കാര്യങ്ങളും സംസാരിച്ചു. അപ്പം എന്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ. എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെ എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ പറയാനുണ്ട്. അതെ, എ കോയിൻ ഹാസ് 2 ഫേസസ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ
നമ്മളിവിടെ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതെ, അപ്പം ഹെൽത്ത് കെയറിൻ്റെ ഏറെക്കുറെ നമ്മളെല്ലാം മിക്കവാറും കവർ ചെയ്തല്ലേ, കവർ ചെയ്തു. അതെ, നമുക്കപ്പോൾ പയ്യെ ഒരു ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ആണെങ്കിൽ നേരെ സിറ്റുവേഷൻ ആണെങ്കിൽ എമർജൻസി കോളിലേക്ക് വിളിക്കുക. 911 അല്ലേ വിളിക്കുക. നമ്പറും പറഞ്ഞു തന്നേക്കാം. അതൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം നമ്മുടെ ഫോണിലെല്ലാം ഒരു എമർജൻസി ആയിട്ട് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്പർ ഡയൽ ചെയ്യാതെ തന്നെ എല്ലാ ഫോണിലും ഇവിടെ കാനഡയിലുള്ള എല്ലാ ഫോണിലും കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് അങ്ങനെ പലതവണ കോൾ പോയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 2 തവണ കോൾ പോയി. ആദ്യം കോൾ പോയപ്പോൾ അവരെന്നെ തിരിച്ച് വിളിച്ചു. ഒന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കോൾ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വിളിക്കും. എനിക്കറിയത്തില്ല, എമർജൻസി നമ്പർ ഉണ്ടെങ്കിൽ തിരിച്ച് വിളിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ഇത് അതെ, അല്ലല്ല, വർക്കാവുന്നുണ്ട്, വർക്കാവുന്നുണ്ട്. തിരിച്ചു വിളിക്കുമെന്നുള്ളത് സംശയാതീതമായി ഇത് നമ്മളെ വിളിച്ചിട്ട് ഇവര് എന്താണ് പറ്റിയെന്ന് ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ ഫോൺ മേടിച്ചാണ്, എൻ്റെ പോക്കറ്റിൽ കിടന്ന് ഡയലായത് എനിക്കറിയില്ല, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല. എന്നിട്ട് അവർ എൻ്റെ നിങ്ങൾ ഇന്ന അഡ്രസ്സിലാണോ ഇപ്പോഴും താമസിക്കുന്നത്. അവർ കാരണം ചില ആൾക്കാർ ഇങ്ങനെയുള്ള എമർജൻസികൾ വിളിക്കുമ്പം അവർ കോഡ്സ് ഉപയോഗിച്ച് സംസാരിക്കും. അതായത് ഇപ്പോൾ ഒരാൾ തട്ടിക്കൊണ്ട് പോയി അവർ ചിലപ്പം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുണ്ട്. അപ്പോൾ അവർ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇഫ് യു ആർ ഓക്കെ സേ യെസ്, ഇഫ് യു ആർ നോട്ട് ഓക്കെ ജസ്റ്റ് സേ നോ. അത്രയും മതി അവർക്ക്. ഞാൻ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇനി നിങ്ങൾ ഫോൺ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അന്ന് തന്നെ പിന്നെയും കോള് പോയി. അന്ന് രാത്രിയിൽ കണ്ട് എങ്ങനെ കോള് പോയി. അന്ന് പോലീസ് വീട്ടിൽ വന്നു. അന്ന് എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാനിത് പിന്നെ ഇത് അറിയാതെ പറ്റിയത്, സോറി, ഐ ആം സോ സോറി എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ അവർ പോലീസ് വീട്ടിൽ വന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം, നമ്മുടെ ഫുൾ ഇൻഫർമേഷൻ ഇവരുടെ ഉണ്ട്. നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു വീട് മാറുമ്പോൾ ഇതെല്ലാം സർവീസ് ഉണ്ടായാലൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അത് അവർ അപ്ഡേറ്റ് ചെയ്ത് അവർ ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ റെസ്പോൺസ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇപ്പോഴും ഞാനൊരു ഇമിഗ്രൻ്റ് ആണ് പറഞ്ഞിട്ട് പോലും, അതെ, അല്ലാന്ന് പറഞ്ഞതിൻ്റെ മാത്രമല്ല, ഞാനൊരു ഇമിഗ്രൻ്റ് ആണ് ഇവിടെ, ഞാനൊരു ടെമ്പററി റെസിഡൻ്റ് ആണ് കാനഡയിൽ. അപ്പോൾ അത്രയും ഫാസ്റ്റ് റെസ്പോൺസ് ആണ് ഇവിടെ. അപ്പോൾ അവർ സിറ്റിയിൽ നിന്ന് ഒരു പോലീസിൻ്റെ ഒരു ഓഫീസർ വന്ന് ചെക്ക് ചെയ്തു. വീട്ടിലൊക്കെ വന്നിട്ട് അവരകത്ത് കയറത്തില്ല, അവർ പുറത്ത് നിന്ന്, എൻ്റെ ഫ്രണ്ടാണ് പോയി ഡോർ ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ദൈവം എന്തോ പണി കിട്ടി, വേറെ എന്തോ പണി കിട്ടി. എന്നിട്ട് ടോണി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്നെ വന്ന് വിളിക്കുന്നത്, എടാ പോലീസ് വന്ന് നിന്നെ കൊണ്ടുപോകാൻ പണിപാളി. അപ്പം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് മിക്കവാറും ഇതായിരിക്കും. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് പറ്റിയത്, വേറെ ഒന്നും ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതെ, ആ ഒരു ഡാറ്റ ഇതുണ്ട്, നമ്മുടെ എമർജൻസിക്ക് വിളിക്കുന്നു, അതൊരു വേറെ ഡിപ്പാർട്ട്മെന്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം തന്നെ ലോക്കൽ ഇതിനകത്തേക്ക് വിളിച്ചിരുന്നു. ഫാസ്റ്റ് റെസ്പോൺസ്, ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. എന്നിട്ട് അല്ലാതെ പോയതെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് സംസാരിക്കും. അവർ വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ പറയണം, കാരണം 2 തവണ കോൾ വന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവർ പോയി. അതങ്ങനെ സംഭവങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ.